എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് താരനെക്കുറിച്ചുള്ള മരുന്നുകളാണ്. നമുക്ക് അറിയാം, താരം വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് തലയിൽ വല്ല ചൊറിച്ചലും അതുപോലെ തന്നെ വെള്ളപ്പൊടികളും ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫങ്ഷന് പോകാൻ തന്നെ നമുക്ക് വളരെ മടിയാണ്. അത് താമസിക്കുന്നു. ഇപ്പോൾ നമുക്ക് ആര്യവേപ്പിൻ്റെ കൊണ്ടുണ്ടാക്കുന്ന മരുന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. കാരണം ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ കാരണം, ഞങ്ങൾക്ക് മുന്നേ താരൻ നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല മരുന്നുകളും, ചെറുപയർ പൊടി, മറ്റ് പല സാധനങ്ങളും ചെയ്ത് മരുന്ന് തേച്ച് നോക്കിയിട്ട് എനിക്ക് താരൻ മാറിയിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ ആര്യവേപ്പ് കൊണ്ടുണ്ടാക്കിയ മരുന്ന് തേച്ചതോടുകൂടി എനിക്ക് മുന്നേ ഒക്കെ ഉണ്ടായപ്പോൾ ആര്യവേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് നല്ല പൂർണ്ണമായിട്ടും താരൻ മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ താരൻ മാറാനുള്ള നല്ലൊരു മരുന്ന് ആക്കി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറെടുക്കുന്നത്. ഈ ആര്യവേപ്പ് കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് 3 ടൈപ്പ് മരുന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്യാം. നമുക്ക് ആര്യവേപ്പ് നമുക്ക് നാട്ടിൽ തന്നെ മരങ്ങൾ കിട്ടാറുണ്ട്. ഇതാണ് ആര്യവേപ്പിൻ്റെ തൈ. ഇതിൻ്റെ ഇല നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ വരയ്ക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയും പോയി കഴിഞ്ഞാൽ നാട്ടിൽ തന്നെ എവിടെയെങ്കിലും കിട്ടും. ഇനി അഥവാ കിട്ടിയിട്ടില്ല തന്നെ നമ്മൾ ആയുർവേദ ഷോപ്പ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉണക്കി പൊടിച്ച ഇല ഇങ്ങനെ പാക്കറ്റിലായിട്ട് കിട്ടാനുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടൗണിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ തൈയൊക്കെ വാങ്ങിയിട്ടും അതൊക്കെ വീടുകളിൽ നട്ട് പിടിപ്പിക്കാം. നമുക്ക് ഇപ്പോൾ കൊറോണ കാരണം വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഇരിക്കേണ്ട, നമ്മൾ വീടുകളൊക്കെ ശുചീകരിക്കും, അതേപോലെ തന്നെ പച്ചക്കറികൾ നടുകയും ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല ഗുണങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ആര്യവേപ്പിൻ്റെ ഇലയെ എങ്ങനെ നമുക്ക് ആര്യവേപ്പ് നമുക്ക് താരം മാറും മരുന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നിങ്ങൾക്ക് അന്ന് പറഞ്ഞു തരാം. നമുക്ക് അവിടേക്ക് പോകാം. ആദ്യം ഞാൻ അടുപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി അതിൽ ഒരു കലത്തിൽ വെള്ളം എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് വെള്ളം ചൂടാക്കേണ്ടതാണ്. അത് നോക്കാം. ഇതിൽ നമ്മൾ അരക്കലം വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കത് ആവശ്യത്തിന്, നിങ്ങൾക്ക് ആവശ്യപ്രകാരം നിങ്ങൾക്ക് എത്ര വെള്ളം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തീ കത്തിക്കുകയാണ്. കുറച്ച് പേപ്പറൊക്കെ വെച്ച് തീ കത്തിച്ച് അതിലേക്ക് നമ്മൾ വിളക്ക് വെച്ചുകൊണ്ട് അതിലേക്ക് നമുക്ക് വിറകൊക്കെ നന്നായിട്ട് ചൂടായേണ്ടതാണ്. വെള്ളം നന്നായിട്ട് തിളക്കണം. ഇതിലേക്കാണ് നമ്മൾ ആര്യവേപ്പില ഇടേണ്ടത്. അപ്പോൾ ഏകദേശം വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു പിടി, അതായത് നമ്മളെ കയ്യിൽ ഒതുങ്ങാവുന്ന രീതിയിൽ ഒരു പിടി വേപ്പിലയാണ് ഇടേണ്ടത്. ആര്യവേപ്പിലയാണ് നമ്മൾ ഒരു പിടി ഇതിലേക്ക് ഇടേണ്ടത്. നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് തിളക്കട്ടെ. ഒരു നേരം തല കുളിക്കാനുള്ള വെള്ളമാണ് നിങ്ങളിവിടെ ആക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പം ഒരു ചെറിയ കലത്തിൽ പോരെയാണ് ആക്കിയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് തല കുളിക്കാൻ എത്ര പോരെ വെള്ളം വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ടതാണ്. അത്രയും വെള്ളത്തിലാണ് ഈ ഒരു പിടി ആര്യവേപ്പില നമ്മൾ ഇടേണ്ടത്. നല്ലോണം തീയൊക്കെ കത്തുന്നുണ്ട്. ഇപ്പം നമുക്ക് കാണാം, നല്ല വെള്ളമൊക്കെ ഏകദേശം നല്ലോണം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഇല നല്ലൊരു വേവിച്ച് വരുന്നുണ്ട്, നല്ല തിളച്ച് വരികയാണ്. നല്ലോണം വെന്തുകൊണ്ടിരിക്കുന്നത്. നല്ലോണം വേവട്ടെ. ഇതൊക്കെ നല്ല ഫുൾ വേവായിരിക്കണം. ഇപ്പോൾ നല്ലോണം തീ കത്തുകയും ചെയ്യുന്നുണ്ട്. നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ആര്യവേപ്പില കൂടാതെ മറ്റ് ഈ വെള്ളത്തിലേക്ക് ഒന്നും ഇടേണ്ടതായിട്ടില്ല. നമ്മൾ ഇത് നല്ലോണം വെന്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച്, ഇന്ന് നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഇന്ന് ഇത് ഉണ്ടാക്കി വെച്ചാൽ അടുത്ത ദിവസം, നാളെയാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. ഇത് ഉപയോഗിക്കുമ്പോൾ സോപ്പോ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. തല ഇതിനെ കൊണ്ട് കുളിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞ്, എത്രയാണോ നിങ്ങൾക്ക് തല കുളിക്കാൻ വേണ്ടത് അത്രയും വെള്ളത്തിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിൽ വേറെ വെള്ളമോ ഒന്നും ആഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. ആക്കി വെച്ചതിന് ശേഷം
അപ്പോൾ നമ്മളിത് നന്നായി തല മസാജ് ചെയ്തുകൊണ്ട് കുളിച്ച് തോർത്തി കളയുക. മറ്റ് വെള്ളം ഉപയോഗിച്ച് വീണ്ടും അത് കഴുകേണ്ട കാര്യമില്ല. നമ്മളിതിൽ നല്ല ആര്യവേപ്പില നല്ല മരുന്നായതുകൊണ്ട് തന്നെ നമ്മൾ വേറെ വെള്ളം ഉപയോഗിച്ച് കഴുകേണ്ട. കുളിച്ചതിന് ശേഷം തോർത്തി കളഞ്ഞ് സാധാരണ ചെയ്താൽ മതി. ഒന്ന് സോപ്പോ ഷാമ്പോ മറ്റു വെള്ളം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നുമില്ല. തലയിലെ ചൊറി അതേപോലെ താര കംപ്ലീറ്റ് നല്ല മാറുന്ന നല്ല, അതായത് മുടിക്ക് നല്ല ബലവും കിട്ടുന്ന ഒന്നാണ് ആര്യവേപ്പില. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. രണ്ടാമത്തെ ടിപ്സ് ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. നമ്മൾ രണ്ടാമത്തെ മരുന്ന് ഉണ്ടാക്കുന്നതും ആര്യവേപ്പില കൊണ്ട് തന്നെയാണ്. അതായത് ആര്യവേപ്പില നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് തന്നെ ഞാൻ കാണിച്ചു തരുന്നത്. രണ്ടാമത്തെ ചെയ്യുന്നത് ആര്യവേപ്പില ഇലയും അതേപോലെ കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു മരുന്നുണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് അതിന് ഇതിൻ്റെ ആര്യവേപ്പില ഇതളുകളായിട്ട് നമുക്കൊരു കോപ്പയിൽ ഇടാവുന്നതാണ്. നമ്മൾ ആര്യവേപ്പില ഇതിൻ്റെ കോപ്പയിലേക്ക് നമ്മൾ ഇതിൻ്റെ ഇതള് മാത്രം, കൊമ്പ് ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ ഇല മാത്രം നമ്മൾ കോപ്പയിലേക്ക് ഇടുകയാണ്. അതിനായി നമ്മൾ ഒരു ബൗൾസിൽ നമ്മൾ ആര്യവേപ്പില, അപ്പോൾ നമ്മളൊരു കോപ്പയിൽ ആര്യവേപ്പില നമ്മളിത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ബൗൾസിൽ നമുക്ക് അടുത്ത വേണ്ടത് കഞ്ഞിയുടെ വെള്ളമാണ്. ഈ കഞ്ഞിയുടെ വെള്ളം എന്ന് പറയുന്നത് ഇന്ന് ചോറ് വെച്ചതിൻ്റെ തലേന്നത്തെ കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത്. ഇന്നലെ ചോറ് വെച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെക്കുക, അത് ഇന്ന് ഉപയോഗിക്കുക. ഒരു ദിവസത്തെ പഴക്കം വേണം. അപ്പോൾ ഈ കഞ്ഞിവെള്ളവും കറിവേപ്പിലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ആര്യവേപ്പില നമുക്ക് ഈ ചെറിയ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ആര്യവേപ്പില നമ്മൾ ജാറിലേക്ക് ഇട്ട് കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് മുഴുത്ത തലേന്ന് വെച്ച കഞ്ഞിവെള്ളമാണ്. അല്പം അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടിച്ച് നോക്കാം. അതിൻ്റെ ഒരു പേസ്റ്റ് രൂപത്തിലാകുന്നവരെ കണക്ക് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ കഞ്ഞിവെള്ളം ഒഴിച്ച് ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ മിക്സിയിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട്. നമുക്കിതൊരു ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് നമ്മൾ ബൗൺസിലേക്ക് മാറ്റിക്കഴിഞ്ഞു. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കുറച്ച് കട്ടി കൂടി വേണമെങ്കിൽ കട്ടി കൂടി ഉണ്ടാക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ടാണെങ്കിൽ ലൂസിൽ വേണ്ടി നിങ്ങൾക്ക് ആക്കാം. ഇനി നമ്മളിത് നല്ല തലയിലേക്ക് നമ്മൾ നല്ലോണം തേച്ച് പിടിപ്പിച്ച് നല്ലോണം മസാജ് ചെയ്ത് 1 മണിക്കൂറിന് ശേഷം നമ്മൾ കഴുകി കളയുക. അങ്ങനെ കുറച്ച് ദിവസം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ താരനും അതേപോലെ ചൊറിച്ചിലും നല്ല കംപ്ലീറ്റായിട്ട് മാറുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ 2 ടിപ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. മൂന്നാമത്തെ ടിപ്സ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മൂന്നാമത്തെ ടിപ്സ് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജാറിലേക്ക് നമ്മൾ ഇതിൻ്റെ ഇതളുകൾ ഇടുന്നു. മൂന്നാമത്തെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞു വേപ്പില. നമുക്ക് ആര്യവേപ്പില മൂന്നാമത്തെ രീതി നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ആര്യവേപ്പിലയും അതുപോലെ തന്നെ ചെറുനാരങ്ങയുമാണ്. നമ്മൾ ചെറുനാരങ്ങ ഇവിടെ നമ്മൾ കീറി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചെറുനാരങ്ങ നമുക്കിതിലേക്ക് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിലേക്ക് ലൂസ് കൂടുതൽ വേണമെന്ന് വിചാരിച്ചിട്ട് ചെറുനാരങ്ങ കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കഞ്ഞിവെള്ളം എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. ചെറുനാരങ്ങ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഒന്ന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമുക്ക് അത് അടിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് മറ്റേ ഭാഗം വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കിതിനെ മിക്സിയിലേക്ക് വെച്ച് ഒന്ന് അടിച്ച് നോക്കാം. നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട്. നമുക്കിതിനൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി നോക്കാവുന്നതാണ്. ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട്. നമുക്ക് ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല തലയിൽ തേച്ച് പിടിപ്പിച്ച് നല്ലോണം മസാജ് ചെയ്തുകൊണ്ട് തേച്ച് പിടിപ്പിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. ഇങ്ങനെ കഴുകിക്കളയുമ്പോൾ നമുക്ക് തലയിലുള്ള താരൻ അല്ലെങ്കിൽ പുണ്ണ് പോലെയുള്ള കാര്യങ്ങളായാലും ചൊറിച്ചിലായാലും എന്ത് കാര്യത്തിനും മാറാൻ വേണ്ടി വളരെ ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമുക്ക് മറ്റ് അസ്വസ്ഥതകളും എല്ലാം മാറുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും അടിക്കുക. ഓക്കെ, താങ്ക് യു.